ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പം കുറേ ദിവസമായി നമ്മൾ വീഡിയോസ് ഒന്നും ഇല്ലാതിരിക്കുന്നു. കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയും ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇന്ന് യാത്രാ വിശേഷങ്ങളാണ്. കുഞ്ഞിപ്പാത്തൂനെയും കൊണ്ട് ഇന്നത്തെ യാത്ര ടോവിനോൻ്റെയും ഇന്നസെൻറ്റിൻ്റെയും ഇടവേള ബാബുവിൻ്റെയൊക്കെ നാടായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലേക്കാണ്. നമുക്കവിടെ എന്താണ് കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുത്തപ്പാപ്പനും മുത്തേമാമയും, അതായത് അമ്മയുടെ അമ്മയും അപ്പനും ഒക്കെ അവിടെയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നമ്മളിതേ വീട്ടിൽ നിന്ന് അങ്കമാലിയിലേക്ക് ഊബറൊക്കെ വിളിച്ച് നമ്മൾ പോയി. ട്രെയിനൊന്നും നേരത്തെ കൂട്ടി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ ചെല്ലുമ്പോഴത്തേന് ലോക്കൽ ട്രെയിൻ കിട്ടും, തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചാണ് പോയത്. ഭക്ഷണം പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അവിടെ എത്തി ഒരു ലോക്കൽ ട്രെയിൻ വന്നപ്പോഴാണ് അതിലെ തിരക്ക് കണ്ട് നമ്മൾ തന്നെ ആകെ അന്താളിച്ചു പോയത്. അങ്ങനെ ആ തിരക്കിൽ കുഞ്ഞിനെ കൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പോയി അതേ സ്പീഡിൽ തിരിച്ചു വന്നു. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ച് വീണ്ടും ഊബർ എടുത്തിട്ട് ഞങ്ങൾ ഇരിഞ്ഞാലക്കുടയിലേക്ക് അങ്ങനെ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. അങ്ങനെ നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം, ഒത്തിരി ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇരിഞ്ഞാലക്കുടയിലുള്ളത്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ളൊരു സ്ഥലം കൂടിയാണ് ഇരിഞ്ഞാലക്കുട. കാരണം സിറ്റിയാണ്, എന്നാൽ വളരെ ശാന്തസുന്ദരമായൊരു സ്ഥലമാണ്. ഒരുപാട് പാടങ്ങളും ചിറയും ഒക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അവിടെ ചെന്നു. കുറച്ച് വഴി നമുക്ക് ജസ്റ്റ് ഇറങ്ങിയിട്ട് നടക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ രാത്രി ആയപ്പോഴത്തേനും ഫ്രഷായിട്ട് ഔട്ടത്തൂർ പള്ളിയിലെ പെരുന്നാളായിരുന്നു. അപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ പോയി. പള്ളിയൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. നല്ല തിരക്കും ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിനെ ഞാനിങ്ങോട്ട് കൊണ്ടുവരാത്ത എന്തുകൊണ്ട് നന്നായി. കാരണം ഇതിന് ശേഷമുള്ള വെടിക്കെട്ട് ആ ഒരു സൗണ്ടിനോടൊക്കെ ആളെങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. ശരിക്കും പടക്കമൊന്നും ആൾക്ക് ഭയങ്കര പേടിയില്ലെങ്കിലും ഇങ്ങനൊരു കൂട്ട വെടിക്കെട്ടും അതിൻ്റെ സൗണ്ടും കേൾക്കുമ്പോൾ ഒരു പക്ഷേ ആൾ പേടിച്ച് കരഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് വേഗം അതുപോലെ കൊണ്ട് ഓടേണ്ടി വരും. അപ്പോൾ ആ റിസ്ക് എടുക്കാൻ നമ്മൾ നിന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് തിരിച്ചു പോയി. നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ റെസ്റ്റ് എടുത്തു. കാരണം നമുക്ക് വീണ്ടും നാളെ അടുത്തൊരു യാത്രയുണ്ട്. അപ്പോൾ ഇനി കുഞ്ഞിപ്പെണ്ണിൻ്റെ വിശേഷങ്ങളൊക്കെ കർണാടകയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ. കാരണം ഞങ്ങൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് പോവാണ്. കർണാടകയിൽ മംഗലാപുരത്താണ് ആളുടെ വീട്. അപ്പോൾ അത് നമ്മൾ 12 മണിയായപ്പം തൃശ്ശൂരിൽ നിന്ന് ട്രെയിൻ എടുത്തു. നമുക്ക് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിരുന്നു. സെക്കൻഡ് AC ആയിരുന്നു. സെക്കൻഡ് AC തേർഡ് ACനേക്കാളും സ്ലീപ്പറിനേക്കാളും വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. കാരണം പാല് കൊടുക്കാനായിട്ട് നമുക്ക് വളരെ ഈസിയാണ്. അതുപോലെ തന്നെ കേർട്ടൻ ഇട്ട് മറച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടുന്നൊരു പ്രൈവസി എപ്പോഴും കിട്ടും. അപ്പോൾ അതേ നമ്മൾ കുഞ്ഞിപ്പെണ്ണത് അവിടെ ഒരു ടോർച്ചും അതിൻ്റെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുള്ള സ്വിച്ചൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതെന്തായാലും സൗകര്യമായി. കാരണം ചെറിയൊരു എൻ്റർടൈൻമെൻറ്റൊക്കെ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കുറേ നേരത്തേക്ക് അങ്ങനെ ഇരുന്നോളും. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ യാത്ര ഒരു ചെറിയ ടെൻഷനായിരുന്നു. കാരണം അവളെ നടന്നു തുടങ്ങിയതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും അവളെ മാനേജ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആൾ വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഇത് നമ്മൾ ഇടയ്ക്ക് അവളുടെ വെള്ളം കുപ്പി ഇങ്ങനെ വെള്ളം നിറച്ച് അവൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ വേണമെങ്കിൽ കുടിക്കാം, അല്ലെങ്കിൽ കുറച്ച് നേരം അത് വെച്ച് കളിച്ചൊക്കെ ആളിങ്ങനെ എൻ്റർടൈൻഡ് ആയിട്ട് ഇരുന്നോളും. അപ്പം നമുക്ക് വേറെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല. അവർ ഹാപ്പി ആയിട്ട് അങ്ങ് ഒരു സൈഡിൽ കൂടെ പോയിക്കോളും. ഇടയ്ക്ക് തക്കം കിട്ടിയപ്പോൾ എൻ്റെ ഫോൺ അടിച്ച് മാറ്റുന്നുണ്ട്, ഞാനത് വേഗം എടുത്ത് മാറ്റുന്നുണ്ട്. അവൾക്ക് ഇങ്ങനെയാണ്, ഫോണൊക്കെ ഇരിക്കുന്ന കണ്ട് കഴിഞ്ഞാൽ വേഗം പോയിട്ട് അത് എടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു എക്സൈറ്റ്മെൻറ്റ് ആൾക്കൊരു ഇത്തിരി കൂടുതലാണ്. അപ്പോൾ അതേ വീണ്ടും വെള്ളം കുപ്പിയൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ട്രെയിനിൻ്റെ സീറ്റിൽ നിന്ന് മാറി നമുക്കവിടെ ഫുഡ് ടേബിൾ പോലെ ഇട്ടേക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് അവൾ ഇരുത്തി. അങ്ങനെ പുറത്തത്തെ കാഴ്ചകളൊന്നും ഒരുപാട് കണ്ടിരുന്നില്ല കേട്ടോ. ഇടയ്ക്ക് ഇങ്ങനെ ചില ഗോഷ്ഠികളൊക്കെ കാണിച്ച ആളിരിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് തലേദിവസം നമ്മുടെ പെരുന്നാളിനുണ്ടായ സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മൾ വാഴയിലയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. ഇതും വേറൊരു നൊസ്റ്റാൾജിയാണ്. നമുക്ക് മാങ്ങക്കറി, അതുപോലെ തന്നെ പോർക്ക് ഫ്രൈ ചെയ്തത്, അതുപോലെ തന്നെ ബീഫും കൂർക്കയും കൂടിയിട്ടുണ്ടായിരുന്നു. അത് ആ വാഴയിലയിലും കൂടെ പൊതിഞ്ഞ് ഉച്ചയായപ്പോഴത്തേനും ആ ഒരു സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു ഫുഡ് കഴിക്കുന്ന സമയത്ത്. പിന്നെ അതായത് കുഞ്ഞിപ്പെണ്ണിന് ഞാൻ വെറുതെ യോഗേർട്ടും ചോറും അതിൽ കുറച്ച് ഉപ്പും ഇട്ട് എടുത്തത്. കാരണം നമ്മൾ യാത്രയായതുകൊണ്ട് തന്നെ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും കൊടുക്കണ്ട, എന്നാൽ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഇങ്ങനത്തെ ഒരു ഫുഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ആളെല്ലാം കഴിച്ചു കേട്ടോ. പിന്നെ ദേ അടുത്ത അപ്പയായിട്ടുള്ള കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നമ്മൾ എന്ത് കഴിച്ചാലും അതിൻ്റെ ഒരു ഷെയർ ആൾക്ക് വേണം. അപ്പോൾ അതങ്ങനെ കൊടുക്കാത്തതുകൊണ്ട് വായിൽ ഇങ്ങനെ വിരലിട്ട് നോക്കുകയാണ് എന്താ കഴിച്ചതെന്നുള്ളത്. ഇനി കുഞ്ഞിപ്പെണ്ണിൻ്റെ ദേശീയ കളിയിലേക്കാണ് കിടക്കുന്നത്, ഒളിച്ച് കളി. ഇതില്ലാത്ത ഒരു വ്ളോഗോ അല്ലെങ്കിൽ ഒരു വീഡിയോ കുഞ്ഞിപ്പെണ്ണിൻ്റെ ഒരു ഡേ പോലും ഉണ്ടാവില്ല. കാരണം ഒളിച്ച് കളി ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ഒളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ആൾ ഉറങ്ങാനായിട്ട് ഒരു ഇത്തിരി വാശി പിടിച്ചെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞപ്പം ഏകദേശം ഒരു 2.5-3 മണിക്കൂറോളം അടുപ്പിച്ച് ആൾ ഉറങ്ങി. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു റെസ്റ്റ് കിട്ടി. അപ്പോൾ അത്രയും സമയം നമുക്ക് വീണ്ടും യാത്രയിൽ അങ്ങനെ അങ്ങ് പോയി കിട്ടി. പിന്നെ ദേ വലിയ ഉറക്കമൊക്കെ കഴിഞ്ഞ് ആളുടെ മുഖം നോക്കിയാൽ അറിയാം നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോഴാണ് അപ്പ ഇയർഫോൺ ഉപയോഗിക്കുന്നത് കണ്ടത്. വേഗം അതിലൊന്ന് കളിക്കാമെന്ന് വിചാരിച്ച് ആ ഇയർഫോണൊക്കെ എടുത്ത് ഇങ്ങനെ കഴുത്തിക്കൂടെ ഇടും. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും വള്ളിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വേഗം അത് കഴുത്തിക്കൂടെ ചുറ്റി ഇങ്ങനെ ഇട്ടേക്കുന്നത് കാണാം കേട്ടോ.
പിന്നെ ഒരു 4 മണി 4:30 ചായ സമയമൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ വട്ടയപ്പം വീട്ടിൽ നിന്ന് തന്നെ ആക്കിയത് പൊതിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ വട്ടയപ്പമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് നമ്മൾ കഴിച്ചാലും അതിൻ്റെ ഒരു ഷെയർ ആൾക്ക് കിട്ടിയേ പറ്റുള്ളൂ. കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ആൾ സീറ്റിൽ ഇങ്ങനെ പൊടിച്ചിടുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളതൊന്നും കൂടുതൽ നോക്കിയിട്ട് കാര്യമില്ല, കാരണം പിള്ളേർ മെസ്സിയാണ്. അപ്പോൾ അവർ അങ്ങനെ മെസ്സിയായിട്ട് തന്നെ ഇരിക്കട്ടെ, അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മൾ കാസർഗോഡ് കഴിഞ്ഞു. കാസർഗോഡാണ് ശരിക്കും നമ്മുടെ സ്റ്റോപ്പിനേക്കാളും തൊട്ട് മുമ്പുള്ളൊരു സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ. ഈ ട്രെയിൻ അങ്ങനെ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്ന ട്രെയിനും അല്ല. അപ്പോൾ ഇത് വീണ്ടും ആൾ ഒളിച്ചുകളിയിലേക്ക് ആളുടേതായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം ഒരു 5:30 കൂടിയിട്ടാണ് മംഗലാപുരം ജംഗ്ഷനിൽ എത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ലഗേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ മംഗലാപുരം ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓൺ ടൈമിൽ തന്നെ മാംഗ്ലൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതവിടെ എന്തോ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പം അധികം വർഷങ്ങൾ വൈകാതെ നല്ലൊരു റെയിൽവേ സ്റ്റേഷനായിട്ട് മാറുമെന്ന് നമുക്ക് വിചാരിക്കും. ലഗേജ് കുറച്ച് അധികം ഉണ്ടായിരുന്നു, കാരണം കുഞ്ഞിനെ കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ ലഗേജ് കുറയാൻ സാധ്യതയില്ല, കൂടാനേ സാധ്യതയുള്ളൂ. പുറത്ത് നമ്മളെ കാത്ത് ഓട്ടോ നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ കറക്റ്റ് സമയത്ത് തന്നെ ഓട്ടോ കിട്ടി. നമുക്ക് ശരിക്കും വീട്ടിലേക്ക് 1.5 മണിക്കൂറത്തെ യാത്ര, പക്ഷേ കുഞ്ഞിനെ കൊണ്ടുള്ള യാത്രയായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നിർത്തിപ്പോയതുകൊണ്ട് ഏകദേശം 3.5 മണിക്കൂറോളം നമുക്ക് യാത്ര ഉണ്ടായിരുന്നു. വഴിയും ഭയങ്കര മോശമായിരുന്നു, കാരണം കുഞ്ഞ് രാത്രി യാത്രയായതുകൊണ്ട് അവൾക്കധികം താല്പര്യമില്ല, ഒന്നും പ്രത്യേകിച്ച് കാണാനില്ല, ചുറ്റി ഇരുട്ടാണ്. അപ്പോൾ ഇടയ്ക്ക് നിർത്തിപ്പോയി കഴിഞ്ഞാൽ ആളും ഹാപ്പിയാണ്. കല്ലടക്ക് എത്തിയപ്പോൾ നമ്മൾ നല്ലൊരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചു. ഒപ്പം തന്നെ ചാട്ടും അങ്ങനെ കുറച്ച് സ്നാക്സൊക്കെ കഴിച്ചു. നമ്മൾ ഇടയ്ക്ക് നിർത്തുമ്പോൾ ആളുടെ സന്തോഷമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ യാത്രകൾ. നമ്മൾ സേഫായിട്ട് വീട്ടിലെത്തി. പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ വരുന്ന വീഡിയോസിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.